بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽ വാഹിദുൽ അഹദ് അൽ ഫറദുസ് സമദ് ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി മിൻ വതഇസ് സറാ വഅലാ ആലിഹി വസഹാബതിഹി അസ്വദിശ് ശറാ വതാബിഈഹിം കുനൂസിൽ വറാ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ അടിയാത്തുകളുടെ ഗണത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 133 വചനം. ആമുഖമില്ലാതെ അതിൻ്റെ ആശയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വസാരിഉ, നിങ്ങൾ തിരക്ക് കൂട്ടുവിൻ, ധൃതിയിൽ പോകുവിൻ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിനു വേണ്ടി. അതിന് നിങ്ങൾ തിരക്ക് കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് തിരക്ക് കൂട്ടുന്ന നമ്മൾ ഏതിനാണ് തിരക്ക് കൂട്ടേണ്ടത് എന്ന് അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനു വേണ്ടി, മോക്ഷത്തിനു വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടണം. മാത്രമല്ല വജന്നത്തിൻ, സ്വർഗത്തിന് വേണ്ടിയും. അപ്പം മഗ്ഫിറത്തിലൂടെ സ്വർഗം കിട്ടും എന്നർത്ഥം. അപ്പം മഗ്ഫിറത്ത് നിർവഹിക്കാൻ പടച്ച തമ്പുരാനോട് ഇസ്തിഗ്ഫാർ തേടാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ സ്വർഗം അതിലൂടെ നേടിയെടുക്കാൻ കഴിയും. അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് എന്നാണ്. മുത്തഖീങ്ങളെ കുറിച്ചുള്ള ഒരു സൂചന നമ്മൾ ഇന്നലെ ഇസ്ലാഹി സെന്ററിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ റമളാനാണ് നമുക്ക് വരാനിരിക്കുന്നത്. ആ വിശുദ്ധ റമളാനിലൂടെയുള്ള പ്രതിഫലം എന്താണ് എന്നും നേട്ടങ്ങൾ എന്താണ് എന്നും അതിൻ്റെ മഹത്വങ്ങൾ എന്താണ് എന്ന് ചെറിയ രൂപത്തിൽ നമ്മൾ ഇന്നലെ ഇസ്ലാഹി സെന്ററിൽ സൂചിപ്പിക്കേണ്ടായി. ആ സൂചിപ്പിച്ച കൂട്ടത്തിൽ റമളാനിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി, മൻ സാമ റമളാന ഈമാനം വ ഇഹ്തിസാബൻ
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം മോഹിച്ചുകൊണ്ടും ഒരാൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞ ജീവിതത്തിലെ പാപങ്ങളൊക്കെ, അതുവരെയുള്ള എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു കൊടുക്കുന്ന. അപ്പൊ പാപമോചനം കിട്ടുന്ന മാസമാണ്, ദിവസമാണ് റമദാനിന്റെ രാവും പകലും. വീണ്ടും പ്രവാചകൻ റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മൻ ഖാമ റമദാനൻ ഈമാനും വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയും ഖിയാമുൽ ലൈൽ നിർവഹിച്ചവനും പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പറഞ്ഞത്. ആ പാപങ്ങൾ പൊറുക്കുന്ന മാസമാകുമ്പോൾ പാപങ്ങൾ പുറത്തു കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പാപങ്ങൾ പുറത്തു കിട്ടിയാൽ അതിലൂടെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ നിർവഹിക്കേണ്ട അദ്കാറുകൾ, ദിക്റുകൾ എന്തൊക്കെയാണ് എന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇപ്പോ സാധാരണ ചെറിയ ചെറിയ ഇബാദത്തിലൂടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. നമുക്ക് ചെറിയ ചെറിയ പാപങ്ങൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതൊക്കെ നമ്മൾ നിത്യവും ചെല്ലുന്ന ദിക്റുകളാണ്. ഇതിലൂടെ ആകാശഭൂമികൾ നിറയാൻ മാത്രമുള്ള പ്രതിഫലമുണ്ട്. മീസാൻ നിറഞ്ഞു കവിയുന്ന പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ ഒരു ഖജനാവ് നമുക്കുണ്ട്. ഈ ദിക്റുകളിലൂടെയുള്ള മഹത്വങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ റമദാനിന്റെ പകലുകളിൽ, റമദാനിന്റെ രാവുകളിൽ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിൽ ആ പ്രതിഫലം നമുക്ക് നേടാൻ പറ്റും. വെറുതെ ഒരാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രതിഫലം മഹത്തരമാണ്. അൽഹംദുലില്ലാഹ് മീസാൻ നിറയ്ക്കാൻ മാത്രമുള്ളതാണെന്നുള്ളതാണ്. അപ്പൊ ഒരു വെറും വാക്കല്ല അത് എന്നുള്ളതാണ്. ആ വാക്കുകളുടെ മഹനീയത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത്. ഒരു ദിവസത്തിൽ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഒരു ദിവസത്തിൽ 100 തവണ ഒരാൾ ചെല്ലുന്നതോടുകൂടി ഏറ്റവും നല്ല മനുഷ്യനായി മാറുകയാണ് റബ്ബിന്റെ അടുക്കൽ അയാൾ. ഏറ്റവും നല്ല മനുഷ്യൻ. സയ്യിദുൽ അദ്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദിക്റുകളുടെ നേതാവാണ് അത് എന്നുള്ളതാണ്. അത് ചെല്ലുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം വർണ്ണനാതീതവും വിവരണാതീതവുമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ള വെറും വാക്കുകൾ സംസാരിക്കുന്നതിന് പകരം ഇത് ചെല്ലുക. പിന്നെ നബിന്റെ പേരിൽ സലാത്ത്. ഒരു സലാത്തിന് 10 അനുഗ്രഹ വർഷമുണ്ട്. അത് എന്തായിരിക്കും ആ അനുഗ്രഹ വർഷം? അള്ളാഹു അല്ല നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സഹാബി വന്ന് നബിയോട് പറഞ്ഞേ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 അനുഗ്രഹ വർഷം ഞങ്ങൾക്കുണ്ടല്ലോ, അതും ഞാൻ നിങ്ങൾക്ക് തന്നെ തരുന്നു പ്രവാചകരെ, എനിക്കിനി എന്താ ഉള്ളത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, നിന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യം അള്ളാഹ് ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് സെക്കൻഡുകളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഇത് വെറുതെ ചെല്ലുകയല്ല. ചെല്ലുമ്പോൾ എനിക്കുള്ള പ്രതിഫലം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ടാണ് ഈമാനും ഇഹ്തിസാബ് എന്ന് പറഞ്ഞത്. ഈമാനും ഉണ്ടായിരിക്കണം, ഇഹ്തിസാബും ഉണ്ടായിരിക്കണം. ഈമാന് അതിൽ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസമാണ് ഒരു പ്രവൃത്തി നമുക്ക് മുടങ്ങിപ്പോയാൽ വീണ്ടും പ്രവർത്തിക്കാൻ നമുക്ക് ഉത്തേജനം നൽകുക. ഇഹ്തിസാബും അതുപോലെ തന്നെയാണ്. എനിക്ക് ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഒരു മാനസികാവസ്ഥ അയാൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആളുകൾ കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കും, കൃത്യമായി 5 വഖത്ത് നമസ്കരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ആ ആളുകൾ അവർക്ക് സാഹചര്യവശാൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യമായി കൊണ്ട് പള്ളിയിലേക്കൊന്ന് വരാനോ നമസ്കരിക്കാനോ കഴിയാതിരുന്നാൽ അവർ നമസ്കരിക്കും. അവിടെ വീടുകളിലോ റൂമുകളിലൊക്കെ നമസ്കരിക്കും. പക്ഷെ അവർക്ക് മനസ്സാക്ഷി കുത്ത്, ഒരു വിഷമം അവർക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അവർ കുറ്റം കണ്ടുകാരില്ല. അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കർമ്മം ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ എനിക്ക് എന്താണ് നഷ്ടമാകുന്നത്? ഞാൻ കുറ്റക്കാരനാകുന്നത് എങ്ങനെ എന്നൊക്കെ അവർക്ക് അറിയുമായിരുന്നെങ്കിൽ
തീർച്ചയായും അത് പാഴാക്കില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1000 ആബിദീങ്ങളെക്കാൾ ഇബ്ലീസിന്റെ പേടി ഒരു ആലിമിനെയാണെന്നാണ്. 1000 ആബിദീങ്ങളുണ്ട്. കാരണം ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹ്ക്ക് കൃത്യമായി ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കാണല്ലോ ആബിദീങ്ങൾ എന്ന് പറയാം. ഇബാദത്തുണ്ട് അവർക്ക്. പക്ഷെ എന്തുണ്ട്, അവർക്ക് മറ്റൊരാളിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ആലിം അങ്ങനെയല്ല. ഒരു ആലിം ഒരു സ്ഥലത്തുണ്ട് എങ്കിൽ അയാളിലൂടെ ജനങ്ങളൊക്കെ നന്നായി വരും. ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആദ്യം ഈ കലാപകാരികൾ അടിച്ചമർത്ത ആരെയാണ്? അതിലെ നേതാക്കന്മാരെയാണ്, പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയുമാണ് അവർ അടിച്ചമർത്തുക. പിന്നെ ധനികരെ പിടിച്ചു കെട്ടും. ഇത് രണ്ടും ഒതുക്കി കഴിഞ്ഞാലോ സാധാരണക്കാർ ഇവിടെ പിന്നാലെ വന്നു പോകും. ഇങ്ങനെയാണ് സമൂഹത്തെ അടിച്ചമർത്തുക. ആദ്യം അത് എല്ലാവരുടെയും നോട്ടം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുന്ന നമുക്കറിയാമല്ലോ, പത്രത്തില് സമൂഹത്തിൽ എന്തെല്ലാം അനാചാരങ്ങളും അനീതികളും അക്രമങ്ങളും കൊള്ളരുതായ്മയും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പണ്ഡിതന്റെ ജീവിതത്തില് അയാൾ പോലും അറിയാത്ത ഒരു വർത്തമാനം സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കാട്ടുതീ പോലെ പരന്നു പിടിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, പണ്ഡിതന്മാര് ആരൊക്കെ ശ്രദ്ധിക്കുന്നു? പിശാചുക്കൾ മാത്രമല്ല, മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ ശ്രദ്ധിക്കുന്നു നശിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് എന്താണ്, എന്തിനാണ്, ഇത് നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊരു തിരിച്ചറിവ്, അതാണ് ഇൽമ്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, എന്റെ അടിയാറുകളിൽ എന്നെ ഭയപ്പെടുക ഉലമാക്കളാണ്, അറിവുള്ളവരാണ്. എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ ഒരാൾക്കൊരു ആലിമാകാൻ കഴിയോ? ഇല്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കുറച്ച് കാര്യം ദീനിപരമായിക്കൊണ്ട് അറിയുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്കറിയുന്ന പല അറിവുകളും എനിക്കറിയുന്നില്ല, വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ മതപരമായി കൊണ്ടാകുമ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായും ആധികാരികപരമായി കൊണ്ടും അത് പഠിക്കുകയാണ് എങ്കിൽ പിന്നെ ഒരാളുടെ ഷെറിൽ നമ്മൾ പെട്ടുപോകില്ല. ഇന്ന് ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്കും അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കേൾക്കുന്നു എല്ലാവരും, പക്ഷെ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഇസ്തിഗ്ഫാറിന്റെ പല ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്, പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ആ ഇസ്തിഗ്ഫാറിന് ഉപയോഗിക്കുന്ന ദിക്ർ വളരെ സിമ്പിളാണ്, പക്ഷെ അതിലൂടെ കിട്ടുന്ന മഹത്വം ഞാൻ പറഞ്ഞതുപോലെ വിവരണാതീതമാണ്, വർണ്ണനാതീതമാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 9.5 നൂറ്റാണ്ട് ജനങ്ങൾക്ക് ദഅവത്ത് നടത്തി. 9.5 നൂറ്റാണ്ട്. അങ്ങനെ അവസാന ഘട്ടത്തിൽ ആ ജനങ്ങളോട് നൂഹ് നബി പറയുന്ന കാര്യം സൂറത്ത് നൂഹിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഒന്നാമത്തെ അനുഗ്രഹം. ആരായിരുന്നു അവർ? വിഗ്രഹപൂജകരായ ആളുകൾ. പടച്ചോൻ പൊറുക്കപ്പെടാത്ത കൊടിയ പാപം ആ ചെയ്ത ആളുകളോട് പോലും നൂഹ് നബി പറയുകയാണ്, ഫഖുൽതു, പടച്ചോനെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊള്ളി. ഇസ്തിഗ്ഫാർ നിങ്ങൾ തേടിക്കൊള്ളുക, മാപ്പ് ചോദിച്ചുകൊള്ളുക. ഇന്നഹു കാന ഗഫാറ, അവനെല്ലാം പുറത്തു തരുന്നവനാണ്. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു തരും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. എങ്കിലേ ഇസ്തിഗ്ഫാർ തേടാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു സാധാരണ വർത്താനായി പോയി തള്ളിക്കളയും. 2 നോക്കുക, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ഒരു സമൂഹം ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുകയാണെങ്കിൽ അവരിലൂടെ, അയാളിലൂടെ ആ സമൂഹത്തിന് കിട്ടുന്നതാണ് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദാഹജലം റബ്ബ് ഉപരിലോകത്ത് നിന്ന് ഇറക്കി തരുന്നതാണ്. സലാത്തിൽ ഇസ്തിസ്ഖാ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? സലാത്തിൽ ഇസ്തിസ്ഖാ നിർവഹിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിന്നുകൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിനോട് സഹായം ചോദിക്കുകയാണ് സലാത്തിൽ ഇസ്തിസ്ഖായിൽ. അപ്പൊ മാപ്പ് ചോദിക്കുന്നതിലൂടെ നമുക്കും
നമ്മുടെ സഹജീവികളാകുന്ന മറ്റുള്ളവർക്കും മറ്റു ജീവജാലങ്ങൾക്കും ദാഹജലം റബ്ബ് ഇറക്കി തരുന്നു. അപ്പൊ ഉപരിലോകത്ത് നിന്ന് ആ നിഅമത്ത് തടയാൻ കാരണം എന്താണ്? നമ്മളിൽ ഇസ്തിഗ്ഫാർ ഇല്ലാതെ പോകുന്നു. ഇസ്തിഗ്ഫാർ റമദാനാണ് വരുന്നത്, പാപങ്ങൾ പുറത്തു കിട്ടുന്ന മാസമാണ്, ദിവസമാണ്, സമയമാണ്. ധാരാളക്കണക്കിന് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒഴിവ് സമയങ്ങളിലും ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഇതാണ് ഒരു ദിക്ർ. റബ്ബിഗ്ഫിർലി എന്നുള്ളത് മറ്റൊന്ന്. റബ്ബിഗ്ഫിർലി, അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അത് മാത്രം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദിക്റുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് നമ്മൾ പതിവാക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ. ഒന്ന്, റബ്ബ് പുറത്തു തരും. രണ്ട്, ദാഹജലം ഇറക്കി തരും. മൂന്നൊക്കെ സമ്പത്തുകളും സന്താനങ്ങളും ധാരാളക്കണക്കിന് ലഭിക്കുന്നതാണ്. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ. വയുംദിദുക്കും എന്താ മദ്ദ? നീട്ടിയിട്ട് തരും, നിങ്ങൾക്ക് ധാരാളം തരും. വയുംദിദുക്കും ബി അംവാലിൻ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ സമ്പത്തില് വാരിക്കോരി കൂട്ടാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട അതൊക്കെ വേണം, റബ്ബ് തരാന്നാ പറയണത്. എന്തേ വേണ്ടു? അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, റബ്ബിഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെയുള്ള അദ്കാറുകൾ ധാരാളക്കണക്കിന് ജീവിതത്തിൽ പതിവാക്കി മാറ്റുക. അപ്പോ വയുംദിദുക്കും, നിങ്ങൾക്ക് ധാരാളക്കണക്കിന് തരും. ബി അംവാലിൻ വബനീൻ, മക്കളെയും സമ്പത്തുക്കളെയും തരും. മക്കളും തരും, ആ മക്കളുടെ സുഖം അനുഭവിക്കാൻ സമ്പത്തും തരും. സമ്പത്ത് കിട്ടും, ആ സമ്പത്തിലൂടെ സുഖം അനുഭവിക്കാൻ നല്ല മക്കളെയും പടച്ചോൻ തരും. ചെയ്യേണ്ടത് ഈ പരിപാടിയാണ്. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കൾ ഉണ്ടായി കിട്ടാൻ വേണ്ടി അങ്ങയുടെ ദുആയിൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ പറഞ്ഞു. അപ്പോ ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിർ റബ്ബക, നീ നിന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേട് പറഞ്ഞു. അപ്പൊ മറ്റൊരാൾ ചോദിച്ചു, അതെന്താ അമീറുൽ മുഅ്മിനീൻ അങ്ങനെ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ തേടാന്? എന്റെ വകയായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹ് ഖുർആനിൽ പറയുന്നു, വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തുകളും സന്താനങ്ങളെയും ഞാൻ പ്രദാനം ചെയ്യാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കുക. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ. ഈ ഭൂമിയെ തന്നെ നിങ്ങൾക്ക് സ്വർഗതുല്യമായ ഇത് സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാക്കി തരും. വ അൻഹാറ, നദികള്, ആറുകളും ആഴികളും നിറച്ച് വെള്ളം തരും. അല്ലെ, പുഴയൊക്കെ ഉണങ്ങി വരണ്ട് കടന്നാൽ എന്തൊരു ഇത് കാഴ്ചയാണ് കാണാനുള്ളത്. അപ്പൊ ആറുകളിൽ നിറച്ച് വെള്ളം തരും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാ ഹൈറും ബർക്കത്തും അതിലൂടെ ഉണ്ടാവും. ചെയ്യുന്നത് ചെറിയ ജോലി. ഞാൻ നേരെ പറഞ്ഞില്ലേ, ഇസ്ലാമിലെ ഇബാദത്ത് വളരെ ലളിതമാണ്, സുന്ദരമാണ്, സിമ്പിളാണ്. അത് പതിവാക്കി മാറ്റാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ വിജയം. എവിടെയെങ്കിലും ഒന്ന് ഇസ്ലാമിലെ ഇബാദത്ത് കടുത്തുപോയി എന്ന് പറയാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ പറഞ്ഞു തരും. ഒരെണ്ണം. ഇസ്ലാം കാര്യം 5 ഉണ്ടല്ലോ അല്ലെ. ഒന്ന് എന്താണ്? ഷഹാദത്ത് കലിമ ചൊല്ലാനാണ്, മനസ്സറിച്ചല. എന്താ അതിന് ചെലവ്? നമുക്ക് എന്ത് ചെലവാണ് നമുക്ക് അതിനുള്ളത്? അത് കഴിഞ്ഞ് നമസ്കരിക്കണം, 5 നേരത്തെ നമസ്കാരം അല്ലെ. ആദ്യം 50 വഖത്താണ് പടച്ചോൻ നിർബന്ധമാക്കിയത്. മൂസാ നബിയുടെ നിർബന്ധം കാരണം അങ്ങനെ അത് ചുരുക്കി 5 വഖത്താക്കി. എന്നിട്ടും പടച്ചോൻ എന്താ ചെയ്തത്? 50 വഖത്തിന്റെ പ്രതിഫലമാണ് 5 വഖത്തിലൂടെ നമുക്ക് തരുന്നത്. എങ്ങനെ? ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ടി. അപ്പൊ ഒരു വഖത്ത് നമ്മൾ ഒരു നേരം നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ 10 ജമാഅത്തിന്റെ കൂലി എന്നർത്ഥം. എക്സ്ട്രാ 27%, 27 ഇരട്ടി വേറെ ചെയ്യും. അല്ലാഹു അക്ബർ. ആ പടച്ചോന്റെ കാരുണ്യത്തിന്റെ വലുപ്പം ആലോചിക്കുക. പടച്ചോൻ ആദ്യം പറഞ്ഞൊന്നും മാറ്റിയിട്ടില്ല എന്നർത്ഥം. 50 വഖത്തിന്റെ കൂലി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. 5 വഖത്ത്. ഒരു വഖത്തിന് എത്ര സമയം വരും? എത്ര സമയം വരും? ഏറി വന്നൊരു 10 മിനിറ്റ് കണക്കാക്കി നോക്കി. 5 വഖത്തിന് 50 മിനിറ്റ് അല്ലേ വരുള്ളൂ. 24 മണിക്കൂറിൽ 50 മിനിറ്റ്, 1 മണിക്കൂർ തികച്ചില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ചെയ്യാനുള്ള ഒരു മനസ്സല്ലേ നമുക്ക് വേണ്ടത്. സിമ്പിള് പരിപാടി. പിന്നെന്താണ്? സകാത്ത് കൊടുക്കണം. സമ്പത്ത് മുഴുവൻ കൊടുക്കാൻ പറഞ്ഞില്ല. 100 രൂപ കയ്യിലുള്ളവൻ 2.5 രൂപയാ കൊടുക്കാൻ പറഞ്ഞത്. 2.5 രൂപ. ബാക്കി 97 നീ തന്നെ എടുത്തോന്ന്.
ഒന്ന് ആലോചിച്ച് നോക്കുക. പടച്ചവന്റെ കാരുണ്യത്തിന്റെ വലുപ്പം. അത് ഉള്ളവൻ കൊടുക്കാൻ മതി, ഇല്ലാത്തവനോട് കൊടുക്കാൻ പറയണില്ല. അപ്പൊ അവിടെ അളവ്. നോമ്പെടുക്കാൻ പറഞ്ഞ് എന്താണ്? നമുക്ക് രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാം അല്ലെ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സ്നേഹമാണ് എല്ലാ കർമ്മങ്ങൾക്കും പ്രചോദനം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈമാനും എഹ്തിസാബും, ഇനി വേറൊന്ന് സ്നേഹമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഭക്ഷണങ്ങളില്ലാതെ, ഉറക്കമില്ലാതെ, ഒരു റെസ്റ്റ് ഇല്ലാതെ ദിവസങ്ങളോളം ചിലപ്പോൾ നമ്മൾ കഴിച്ചു കൂട്ടും. ആർക്ക് വേണ്ടി? നമ്മൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ആ സ്നേഹമാണ് നമ്മളവിടെ പിടിച്ചു നിർത്തിയത്. ചിലപ്പോൾ നമ്മൾ ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കോ സുഖമില്ല, അല്ലെങ്കിൽ ആരോ മരണപ്പെട്ടു പോയി. അപ്പൊ സ്നേഹം എന്തുണ്ടാവും? ഒരു കർമ്മത്തിന് ഉത്തേജനം നൽകും എന്നുള്ളതാണ്. അള്ളാഹിനോട് സ്നേഹമുള്ള ഒരാള്, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരാള്, അവരെ പഠിപ്പിച്ച് ഇബാദത്ത് അതുപോലെ ചെയ്യാൻ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ. അത് നമ്മൾ പതിവാക്കി മാറ്റണം. റമദാനിൽ മാത്രമല്ല, അതല്ലാത്ത സമയത്തും നമ്മൾ ചെയ്യണം. ഇത് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഹൂദിൽ 52-ാമത്തെ വചനത്തിൽ പറയണം, വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്താണ്, കൂട്ടരെ നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കി മാറ്റുകയാണെങ്കിൽ യസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് ശക്തി വർധനവ് നൽകുന്നു, ആരോഗ്യം പ്രദാനം ചെയ്യും, ഒരു കെട്ടുറപ്പ് നിങ്ങൾക്കിടയിൽ പ്രദാനം ചെയ്യുന്നതാണ്. ഒരു സംഘടനയിൽ ആളുകൾ ഒന്നിച്ച് ഇസ്തിഗ്ഫാറിന് പതിവാക്കുന്നവരാണെങ്കിൽ രഹസ്യമായിട്ടുള്ള ഇസ്തിഗ്ഫാറിലൂടെ അവിടെ മാനസിക ബന്ധം ശക്തമായി മാറും, അവിടെ ആരോഗ്യം സുദൃഢമായി മാറും. ഖുർആനാണ് പറയുന്നത്, വേണമെങ്കിൽ വിശ്വസിക്കാം. യസിദുക്കും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, ആരോഗ്യ വർധനവ്. ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങളാണ്. എന്താ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, റബ്ബി ഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെയുള്ള പദങ്ങൾ അത് നമ്മൾ പതിവാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഉപജീവനം വിശാലമായി മാറും. അനിസ്തഗ്ഫിറൂ റബ്ബക്കും, കൂട്ടരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളുക. സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ, സൂറത്ത് ഹൂദിലെ 4-ാമത്തെ വചനം. എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും തൗബ ചൊല്ലി മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ യുമത്തിഉകും മതാഅൻ ഹസന, ഏറ്റവും നല്ല ഉപജീവന മാർഗം പടച്ചോൻ നിങ്ങൾക്ക് തരും. മത്താഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് പോണ സാധനം, അതാണ് മത്താഹ്. ഈ ദുനിയാവിൽ കാണുന്ന എല്ലാം മത്താഹാണ്. ഒന്നും ശാശ്വതമല്ല. ആണോ? ഒന്നും ശാശ്വതമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാനുള്ള, സുഖമനുഭവിക്കാനുള്ളതെല്ലാം പടച്ചോൻ തരും. ഏതുവരെ? ഇല അജലി മുസമ്മ, നിങ്ങളുടെ മരണം വരെ. അജലി മുസമ്മ, മരണം വരെ, മരിക്കുന്നത് വരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് പടച്ചോൻ പ്രദാനം ചെയ്യും. എന്തേ ചെയ്യണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി റബ്ബി ഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകൾ ചൊല്ലുക. വീണ്ടും പറയുക, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നൽകുന്ന മഹത്തായ ഇബാദത്താണ് ഇസ്തിഗ്ഫാർ എന്നുള്ളതാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ വചനം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, പ്രവാചകരെ, അങ്ങ് ഈ സമൂഹത്തിൽ നിലനിൽക്കും കാലത്തോളം ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല എന്ന്. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂലുള്ള സമുദായത്തെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അതെ, അല്ലാഹു ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ പതിവാക്കുമ്പോൾ. അല്ലാഹു അക്ബർ. ആലോചിക്കുക, വെറുതെ വഴി കൂടെ നടക്കുകയാണ്, പലതും ചിന്തിച്ച് നടക്കുന്നതിന് പകരം, മണൽക്കോട്ടകളും മനക്കോട്ടകളും കെട്ടുന്നതിന് പകരം
അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ആരും അറിയുന്നില്ല, അവിടെ റബ്ബ് മാത്രം. റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി പതിവാക്കി മാറ്റുക. ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകളാണ് നമുക്ക് വരാനിരിക്കുന്നത്. മാത്രമല്ല ഓരോരുത്തർക്കും അർഹതപ്പെട്ടതായ സ്ഥാനങ്ങളും പദവികളും മാനങ്ങളും അള്ളാഹ് വകവെച്ച് തരും അതിലൂടെ എന്നുള്ളതാണ്. സൂറത്ത് ഹൂദിലെ 3-ാമത്തെ വചനം. വയുക്തി, അവൻ തരും, പടച്ചോൻ തരും. കുല്ലദീ ഫളിലിൻ ഫളില, ഓരോരുത്തർക്കും ഓരോ യോഗ്യതയാണുള്ളത്. ആ യോഗ്യതയും അർഹതയും പടച്ചോൻ വകവെച്ച് തരും, സംരക്ഷിച്ച് നിലനിർത്തും. എന്തേ ചെയ്യണ്ടു? ഇസ്തിഗ്ഫാർ പതിവാക്കുക, ധാരാളക്കണക്കിന് ഇസ്തിഗ്ഫാർ ചെല്ലുക. മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ കാരുണ്യ വർഷങ്ങൾക്കും അത് കാരണമാണ് എന്നുള്ളതാണ്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, കൂട്ടരെ നിങ്ങൾക്ക് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചൂടെ? സ്വാലിഹ് നബി പറയുന്നതാണ്, നിങ്ങൾക്ക് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചൂടെ? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ വർഷിച്ചേക്കാം. അപ്പൊ ഇസ്തിഗ്ഫാർ കരുണ വർഷിക്കും എന്നുള്ളതാണ്. ഇത് ഖുർആനിൽ എന്ന് വാർത്ത ഒരുപാട് ഭാഗങ്ങളിലെ 10 നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി ഹദീസിൽ വന്ന 1-2 കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലുഖ്മാൻ ഹക്കീമിൽ നിന്നും റിവായത്ത് ഉദ്ധരിക്കുന്ന സഹിഹായ രൂപത്തിൽ വന്ന ഒരു റിപ്പോർട്ട്. യർവി അൻ ലുഖ്മാൻ അലൈഹിസ്സലാം അന്നഹു ഖാല ലി ഇബ്നിഹി യാ ബുനയ്യ അബ്ദ് ലിസാനക അല്ലാഹുമ്മഗ്ഫിർലി ഫഇന്ന ലില്ലാഹി സാആത്തിൻ ലാ യുറദ്ദു ഫീഹാ സായില. ലുഖ്മാൻ ഹക്കീം തന്റെ മകന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണിത്. മോനെ, നിന്റെ നാവിൽ ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റണം കേട്ടോ. അബ്ദ് ലിസാനക, നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ മോനെ നീ. കാരണം എന്താണ്? ഫഇന്ന ലില്ലാഹി സാആത്തിൻ, അല്ലാഹ്ക്ക് ചില സമയങ്ങളുണ്ട്. ലാ യുറദ്ദു ഫീഹാ സായില, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന, ഒരിക്കലും തള്ളിക്കളയാത്ത ചില സമയങ്ങളുണ്ട്. ആ സമയവും നിന്റെ ഇസ്തിഗ്ഫാറും തമ്മിൽ ഒത്തുവന്നാൽ നിനക്ക് ഇസ്തിഗ്ഫാർ ഉറപ്പാണ് മകനേന്ന്. നിനക്ക് ഇസ്തിഗ്ഫാർ ഉറപ്പാണ് എന്ന് ലുഖ്മാൻ ഹക്കീം അദ്ദേഹത്തിന്റെ മകനോട് നൽകുന്ന ഒരു വസിയത്താണ്. ഇനി ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുന്ന ആളുകൾക്ക് റസൂലുള്ളാന്റെ ആശംസകൾ ഉണ്ട് എന്നാണ്. മംഗളം, റസൂലുള്ളാന്റെ മംഗളം നോക്കുക. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറൻ. ഉമ്മ ആയിഷ ബി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ തൂബ, എന്റെ മംഗളം. തൂബ എന്ന് പറഞ്ഞാല് 2 അർത്ഥമുണ്ട്. സ്വർഗത്തിലെ ഒരു വൃക്ഷമുണ്ട്, ഒരു വൻ വൃക്ഷമാണത്. അതിലെ മുട്ടുകളിൽ നിന്നാണ് സ്വർഗീയവാസികൾക്കുള്ള ഉടയാടകൾ ഉണ്ടാക്കുന്നത്. ആ വൃക്ഷത്തിന്റെ പേര് തൂബയാണ്. തൂബ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മംഗളമുണ്ട്. ആർക്കാണത്? ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ സഹീഫത്തിലാണോ, അഥവാ കർമ്മരേഖ, നമ്മുടെ ഖിയാമത്ത് നാളിൽ നമ്മുടെ കരങ്ങളിൽ വെച്ച് തരുന്ന കർമ്മരേഖയുണ്ടല്ലോ, അതിൽ ആരുടെ കർമ്മരേഖകളിലാണോ ഇസ്തിഗ്ഫാർ ധാരാളക്കണക്കിനുള്ളത് എങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മംഗളമുണ്ട് എന്ന്. ചില്ലറയല്ല എന്നർത്ഥം. പതിവാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകുക. നോക്കുക, അബൂ ഖതാദ പറയുകയാണ്, ഇസ്തിഗ്ഫാർ രോഗശമനവും കൂടിയാണ് എന്നുള്ളതാണ്. രോഗശമനം. ഖാല ഖതാദ റളിയല്ലാഹു അൻഹു ഇന്ന ഹാദൽ ഖുർആന യദുല്ലു അലാ ദാഇകും വദവാഇകും. നിങ്ങളുടെ കൈവശമുള്ള ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് രോഗവുമാണ് രോഗശമനവുമാണ്. അതെങ്ങനെ രോഗമായി മാറുക? ഖുർആൻ ശിഫയല്ലേ? അതെ. നോക്കുക, ഫഅമ്മാ ദാഇകും അദ്ദുനൂബ് ഫദ്ദുനൂബ്, അത് നിങ്ങൾക്ക് രോഗമായി മാറുന്നത് എപ്പോഴാണ്? ഖുർആൻ നിങ്ങൾ പഠിച്ചിട്ടും പാപമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ, അതാണ് നിങ്ങളുടെ രോഗങ്ങൾ എന്ന്. നമ്മുടെ വീക്ഷണത്തിൽ എന്താണ്? പാപങ്ങളൊന്നും രോഗങ്ങളല്ല, മറിച്ച് നമുക്ക് ശാരീരികമായി കൊണ്ട് അനുഭവപ്പെടുന്ന രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അവിടെ ഇവിടെ വേദന,
അല്ലെങ്കിൽ ക്യാൻസർ, അങ്ങനെ പോലെ രോഗങ്ങൾ. ഇതാണ് നമ്മുടെ വീക്ഷണത്തിലെ രോഗങ്ങൾ. എന്നാൽ ഉന്നതന്മാർ പഠിപ്പിച്ചു തരുന്ന രോഗം ഏതാണ്? ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പാപങ്ങളാണ് ഏറ്റവും വലിയ രോഗങ്ങൾ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മാദാഹക്കും, എന്നാൽ പാപങ്ങളാകുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സ എന്താണ്? അൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റണം എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ലസിമ എന്ന് പറഞ്ഞത് കൂടിച്ചേരുക, അവനുമായി കൊണ്ട് ഇഴുകിച്ചേർന്ന ഒരവസ്ഥ ആരെങ്കിലും ഉണ്ടായാൽ, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുകയാണെങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. ഹമ്മ്, ഹുസ്ന്, 2-3 തരം ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത്. ചില ദുഃഖങ്ങൾ ആ സ്പോട്ടിൽ തന്നെ വന്ന് ചിലപ്പോൾ മിനിറ്റുകൾ കൊണ്ടത് മാറിപ്പോകും. അതൊരു തരം ദുഃഖമാണ്. പിന്നെ ഹുസ്ന്, മനസ്സിൽ തട്ടിയ വേദന കണ്ണീരായിട്ട് ഒഴുകും. പിന്നെ ഹമ്മ്, നെടുവീർപ്പുകളായി നിൽക്കും. അത് മറ്റൊരാളോട് പറയാൻ പറ്റാത്തത്, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അയാളോട് പരിഹരിക്കാൻ കഴിയാത്തത്. ഭാര്യയുടെ മനസ്സിലുണ്ട് ഒരുപാട് ഹമ്മുകൾ, ദുഃഖങ്ങളുണ്ട്. പക്ഷെ അത് ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹവും ദുഃഖിക്കുന്നല്ലാതെ പരിഹാരം കാണാൻ കഴിയില്ല. എന്നാൽ ഭർത്താവിന്റെ മനസ്സിലുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ. അത് അവളോട് പറഞ്ഞിട്ട് അവളെയും എന്തിനാ പ്രയാസപ്പെടുത്തുന്നത്? മാറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ആരോട് പറയും? ഇതിനൊരു തുറവ് വേണ്ടേ? അല്ലാഹ് പറയാണ്, മിൻ കുല്ലി ഹമ്മിൻ ഫറജ. എന്താ ഫറജ്? മഖ്റജ് അല്ലേ? ഒരു തുറവി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, നിങ്ങളുടെ ഞെരുങ്ങിയ ജീവിതത്തിൽ നിന്ന് ഒരു എക്സിറ്റ്. മഖ്റജ് സൗദി അറേബ്യ പഠിക്കാൻ എളുപ്പമാണത്. ഒരു ഡോറിൽ മഖ്റജ് ഉണ്ടാവും, ഒരു ഡോറിൽ എക്സിറ്റ് ഉണ്ടാവും. അതിന്റെ അർത്ഥം ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് അറബിയിരുന്നേ ഉള്ളൂ. അപ്പൊ സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ള ഒരു വഴിയെന്നർത്ഥം. അതുപോലെ നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുകയാണെങ്കിൽ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും, മാനസികപരമായ ഞെരുക്കം, സാമ്പത്തികപരമായ ഞെരുക്കം, മറ്റു രോഗങ്ങൾ സംബന്ധമായ പ്രയാസങ്ങൾ, തൊഴിൽ സംബന്ധമായ ഞെരുക്കങ്ങൾ, അങ്ങനെ ഒരുപാട് ഞെരുക്കങ്ങൾ, പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഞെരുക്കങ്ങൾ. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുക. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അയാൾ പോലും ചിന്തിക്കാത്ത വിധത്തിലൂടെ അയാൾക്ക് റിസ്ക് പടച്ചവൻ കൊടുത്തുകൊണ്ടിരിക്കും. റിസ്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മാത്രമെന്ന് വിചാരിക്കരുത്. നമ്മുടെ വസ്ത്രം റിസ്ക്കാണ്, നമ്മുടെ പാർപ്പിടം റിസ്ക്കാണ്, നമ്മുടെ വാഹനം റിസ്ക്കാണ്, നമ്മുടെ ഈ വാച്ച് റിസ്ക്കാണ്. അങ്ങനെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ റിസ്ക്കാണ്. അത് അവന്റെ ആവശ്യത്തിനനുസരിച്ച് പടച്ചവനോട് കൊടുക്കും. എന്തേ ചെയ്യണ്ടോ? ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുക. വെറുതെ സമയങ്ങൾ കളയാതെ ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുക എന്നുള്ളതാണ്. ഖബറില് അബുൽ മിൻഹാൽ പറയുകയാണ്, ഓരോരുത്തരുടെ ഈ ഖബറിൽ കൂട്ടുകാരുണ്ട്, അവരവിടെ കർമ്മങ്ങളാണ് കൂട്ടുകാര്. പക്ഷെ ആ കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഇസ്തിഗ്ഫാറാണ് എന്ന് അബുൽ മിൻഹാൽ എന്ന ബഹുമാന്യനായ പണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രല്ല ഇമാം ഹസൻ പറയുകയാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും പതിവാക്കി നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വസിയത്ത് ചെയ്തു. നോക്കുക, ഖാല ഹസൻ റളിയല്ലാഹു തആല അൻഹു അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫി ബുയൂതികും, നിങ്ങൾ വീടുകളിൽ ഇരിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാർ ധാരാളക്കണക്കിന് പറഞ്ഞുകൊണ്ടിരിക്കുക. വഅലാ മവാഇദുകും വഫി തുറുഖാതികും വഫി അസ്വാഖികും വഫി മജാലിസികും ഫഇന്നകും ലാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ, നിങ്ങൾ അങ്ങാടികളിലാണെങ്കിലും നിങ്ങൾ വഴികളിലാണെങ്കിലും നിങ്ങൾ റോഡിലൂടെ പോകുന്നവരാണ് എങ്കിലും നിങ്ങളൊരു മജ്ലിസിൽ ഇരിക്കുകയാണ് എങ്കിലും
നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ചെലവില്ലല്ലോ, റബ്ബിഗ്ഫിർലി ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഒരു ചെലവുമില്ല. അത് പതിവാക്കി മാറ്റുകയാണെങ്കിൽ ഫഇന്നകും ലാ തദറൂൻ, കൂട്ടരെ നിങ്ങൾക്കറിയുകയില്ല, മത്താ തൻസിലുൽ മഗ്ഫിറ, എപ്പോഴാണ് മഗ്ഫിറത്ത് നിങ്ങൾക്ക് ഇറങ്ങണം നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പാഴാക്കി കളയരുത് ഒരവസരവും എന്നും. ഒരാറാബി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരാറാബി അദ്ദേഹത്തിന്റെ ഒരു വസിയത്ത് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഖാല അറാബി മൻ അഖാമ ഫീ അർളിനാ ഫൽയക്സിർ മിനൽ ഇസ്തിഗ്ഫാർ ഫഇന്നമാ അൽ ഇസ്തിഗ്ഫാറുൽ ഖിതാർ വൽ ഖിതാറു അസ്സഹാബുൽ അളീമുൽ ഖിതർ. എന്താ പറഞ്ഞത്? മൻ അഖാമ ഫീ അർളിനാ ഫൽയക്സിർ മിനൽ ഇസ്തിഗ്ഫാർ. കൂട്ടരെ, നിങ്ങളിൽ ആരെങ്കിലൊക്കെ എന്റെ നാട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ധാരാളം ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെല്ലണം കേട്ടോ. എന്റെ നാട്ടിൽ വന്നാൽ ധാരാളം ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെല്ലണം. കാരണം ഓരോ ഇസ്തിഗ്ഫാറിനോടൊപ്പവും ഓരോ ഖിതാർ ഉണ്ട്. വൽ ഖിതാറു അസ്സഹാബുൽ അളീമുൽ ഖിതർ, ഭീമമായ കാർമേഘ പാളികളാണ് ഖിതാർ എന്ന് പറഞ്ഞാൽ. ഇതൊരു ആറാബിയുടെ വസിയത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളക്കണക്കിന് പതിവാക്കി മാറ്റുക. വിശിഷ്യ പാപങ്ങൾ പൊറുക്കുന്ന അനുഗ്രഹീതമായ റമളാനിന്റെ ദിനങ്ങളെ നമ്മൾ കാത്തിരിക്കുന്നവരാണ്. അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാറോടുകൂടി നമ്മൾ സ്വാഗതം ചെല്ലുക. മാത്രല്ല, പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലി തുടങ്ങിയാൽ അയാൾ അള്ളാഹുവിനെ അനുസരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന് തെളിവാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ അനുസരിക്കണം. ഇസ്തിഗ്ഫാർ പതിവാക്കി മാറ്റുക. പാപമോചനത്തിനുള്ള അനുഗ്രഹീതമായ ദിവസങ്ങളാകുന്ന വിശുദ്ധ റമളാനിന്റെ രാവും പകലും റബ്ബ് നമുക്ക് കനിഞ്ഞരുളുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകൾ നിന്റെ കാരുണ്യത്തിലൂടെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ തമ്പുരാന്. നാഥ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകൾ നിന്റെ കാരുണ്യത്തിലൂടെ മാപ്പ് നൽകണമേ തമ്പുരാന്. ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് ഞങ്ങളുടെ നാവിനെ പച്ച പിടിപ്പിച്ചതാക്കി മാറ്റാൻ നാഥ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാന്. ഞങ്ങളുടെ ഒഴിവ് സമയങ്ങളൊക്കെയും നാഥ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് ധന്യമാക്കി തീർക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാന്. നാഥ, മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ പൈശാചികതകളിൽ നിന്ന്, ശത്രുക്കളുടെ ശത്രുതകളിൽ നിന്ന്, അസൂയകളിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇണകളെയും മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കണമേ തമ്പുരാന്. നാഥാ, നിന്റെ ശാപമാകുന്ന കോപമാകുന്ന നരകക്കുണ്ടിൽ നിന്ന് നാഥാ ഞങ്ങളുടെയും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ ഇണകളുടെയും മക്കളുടെയും പിരടികളെ നീ മോചിപ്പിക്കണമേ തമ്പുരാന്. നാഥാ, നീ ഞങ്ങളെ ഹിദായത്തിൽ വഴി നടത്തണമേ തമ്പുരാന്. നാഥാ, ഞങ്ങളുടെ ഹിദായത്തിന്റെ മാർഗത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നിന്റെ കാരുണ്യത്തിലൂടെ നീക്കം ചെയ്ത് ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാന്. നാഥാ, നിന്റെ ആദരവിന് വിധേയരായിട്ടുള്ള സാലിഹ്യങ്ങളായ മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ നിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇണകളെയും മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും പ്രാർത്ഥനകൾ കൊണ്ട് ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുള്ള നല്ലവരായ എല്ലാ ആളുകളെയും നീ ചേർക്കണമേ തമ്പുരാന്. നാഥാ, നിന്റെ മുമ്പിൽ അഭിമാനത്തോടെ വന്നു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാന്. നാഥാ, നിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ ഉപരിലോകത്ത് സ്വീകരിക്കണമേ തമ്പുരാന്. അതിൽ വന്നു പോയിട്ടുള്ള ഏറ്റക്കുറവുകളും പാകപ്പിഴവുകളും പോരായ്മകളും നാഥാ നിന്റെ കാരുണ്യത്തിലൂടെ മാപ്പാക്കണമേ തമ്പുരാന്. നാഥാ, നിന്റെ കാരുണ്യത്തിലൂടെ മാപ്പാക്കണമേ തമ്പുരാന്. നാഥാ, നിന്റെ കാരുണ്യത്തിലൂടെ മാപ്പാക്കണമേ തമ്പുരാന്. നാഥാ, ആരോഗ്യമുള്ള വിശ്വാസികളെയാണ് നിനക്കിഷ്ടമെന്ന് പറഞ്ഞ ആരോഗ്യമുള്ള വിശ്വാസിനികളുടെ ഗണത്തിൽ നാഥാ ഞങ്ങളെയും ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇണകളെയും മക്കളെയും നീ ചേർക്കണമേ തമ്പുരാന്. നാഥാ, നീ ചേർക്കണമേ തമ്പുരാന്. നാഥാ, നീ ചേർക്കണമേ തമ്പുരാന്. ആത്മീയ വിദ്യയിലും ഭൗതിക വിദ്യയിലും അളവറ്റ മേന്മയും പുരോഗതിയും നാഥാ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും പ്രദാനം ചെയ്യണമേ തമ്പുരാന്. ഞങ്ങളുടെ വന്യരായ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള
തന്നിട്ടുള്ള നല്ലവരായ എല്ലാ ആളുകൾക്കും നിന്റെ ഔദാര്യമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വാക്കിലോ പ്രവൃത്തിയിലോ മനസ്സോ വാച കർമ്മണ അണു അളവിലിയ ഇല്ലാതെ നിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്റെ അനുഗ്രഹീയമായ രക്ഷയും കാവലും നാഥാ ഞങ്ങളിൽ വർഷിക്കണമേ തമ്പുരാനെ. നാഥാ വരാനിരിക്കുന്ന റമദാനിലെ കൊടും ചൂടിൽ നിന്ന് നീ ഞങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യണമേ തമ്പുരാന്. എല്ലാവർക്കും നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ തമ്പുരാന്. നാഥാ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാക്കി മാറ്റാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാന്. നാഥാ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാന്. നാഥാ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാന്. നാഥാ ദാരിദ്ര്യമുക്തമായ ധന്യമായ ഒരു ജീവിതം നിന്റെ ഔദാര്യമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി നൽകണമേ തമ്പുരാന്. നാഥാ നിന്റെ അടിയാറുകളിൽ ഒരാളുടെ മുമ്പിലും ഈ ദുർബലമായ ഹസ്തങ്ങൾ നീട്ടേണ്ട ദുർഗതി ഞങ്ങളിൽ ഒരാൾക്കും ഉണ്ടാക്കരുത് തമ്പുരാന്. അതാ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളിലെ എല്ലാവരുടെയും കടബാധ്യത, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ കടബാധ്യത, മുവഹ്ഹിദുകളായ എല്ലാ മുഅ്മിനുകളുടെയും കടബാധ്യത നാഥാ നീ തീർക്കണമേ തമ്പുരാന്. നാഥാ ഒരാൾക്കും ഒരു കടബാധ്യതയും ഉള്ളവനായിക്കൊണ്ട് നിന്നെ കണ്ടുമുട്ടേണ്ട ദുരവസ്ഥ ഞങ്ങളിൽ ആർക്കും വരുത്തരുത് തമ്പുരാന്. നാഥാ ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളെയും ഖുർആനിന്റെ ഭവനങ്ങളാക്കണമേ നാഥ. ഖുർആനിന്റെ അഖിലുകാരാക്കണമേ നാഥ. ഇസ്ലാഹിന്റെ ഭവനങ്ങളാക്കണമേ നാഥ. ഇസ്ലാഹിന്റെ അഖിലുകാരാക്കണമേ നാഥ. തൗഹീദിന്റെ ഭവനങ്ങളും തൗഹീദിന്റെ അഖിലുകാരുമാക്കണമേ തമ്പുരാന്. നാഥ നന്മയായിക്കൊണ്ട് ഈ ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ചോദിക്കാൻ വിട്ടുപോയത് നിന്റെ ഔദാര്യമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി നൽകണമേ തമ്പുരാന്. തിന്മയായി കൊണ്ട് വല്ലതും ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ പറയുകയോ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നാഥാ നിന്റെ കാരുണ്യത്തിലൂടെ തടയണമേ തമ്പുരാന്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്തൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ وعلى آل إبراهيم في العالمين إنك حميد مجيد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.